വീഡിയോയിൽ മാത്രമേ ചേച്ചി അമ്മയോടുള്ള സ്നേഹം എല്ലാവരും കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കും ഇതൊരു അഭിനയമാണോ അങ്ങനെയൊക്കെ. പക്ഷെ അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, നല്ലൊരു സ്വർഗം പോലെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ ഇവിടെ ഹാപ്പിയാണ്. അമ്മായിയമ്മ അമ്മയാവില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ. സ്വന്തം മകളെ പോലെ തോന്നണം അങ്ങനെ കരുതണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വന്നു കഴിയുമ്പോഴേ നമ്മുടെ സ്വന്തം ആണല്ലോ. അതെ, അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം മകളെ പോലെ എനിക്ക് നോക്കണം, അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവരെ രണ്ടുപേരെ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു കണ്ണും ആ ഒരു മനസ്സും തന്നെയാണ്. ഇതുപോലത്തെ ഒരു അമ്മായിയമ്മേനെ കിട്ടിയ ഭാഗ്യം ചെയ്യണം. എന്റെ വീടിന്റെ അടുത്തായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഡിവോഴ്സ് ഒക്കെ ആയിട്ട് അമ്മായി അമ്മമാര് കാരണം. അപ്പം ഞാൻ ചേട്ടനോട് റിലേഷൻ ആയ സമയത്തും ചേട്ടൻ പറയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണ്. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എല്ലാവരും ഇപ്പം പട്ടാളക്കാരന്റെ ഭാര്യ എന്നുള്ള ഒരു റെസ്പെക്ട് ഉണ്ട് എപ്പോഴും. എനിക്ക് പട്ടാളത്തിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പണ്ടുതൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഞാൻ കയറിയുള്ള കാരണം അച്ഛനാണ്. ഞാൻ എല്ലാത്തിനും പ്രോത്സാഹനം തന്നു. ഓടാനായാലും രാവിലെ ഓടാനായാലും എണീറ്റ് ഓട്, സമയമായി, അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോകണം, ജിമ്മില്, എല്ലാത്തിനും. എല്ലാവരും അങ്ങനെ ശബ്ദം ഉയർത്തി പറയുന്നതോ ഒന്നും അവന് ഇഷ്ടമല്ല. എങ്കിൽ പെട്ടെന്ന് അവൻ സീരിയസ് ആവുകയാണ്. എല്ലാവരും അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഞങ്ങളിപ്പോ എന്ത് കാര്യം ചെയ്താലും ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സിനെയൊക്കെ അല്ലേ വിളിക്കുന്നത്. ഞങ്ങളിപ്പോ അനിയനെ ഷെയർ ചെയ്യും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ഒരു ആവശ്യമുണ്ട്, വരാൻ പറ്റുമോ, അത് കഴിഞ്ഞിട്ടേ പിന്നെ ഫ്രണ്ട്സ്. ഭയങ്കര കുസൃതിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഭയങ്കര ഒരു വില്ലനായിരുന്നു. അടിയിടി എല്ലാം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ഇവനെ ഉപദ്രവിക്കുന്നവരെ ഇവൻ തിരിച്ചു വിടൂല. അവൻ ആ വൈകിണേനകത്ത് വെച്ച് അവൻ തിരിച്ചു കൊടുത്തിട്ടേ വരും. ഇവിടുത്തെ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള പാവം കുട്ടി എന്നൊക്കെയാണ് നമ്മുടെ കിച്ചന് വിചാരിക്കണേ. അയ്യോ, ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും പാവം കുട്ടി അവനാണ്. അനിയന്റെ കല്യാണത്തിന് തന്നെയാണെങ്കിലും ഇപ്പൊ ഞാൻ അവര് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പണി കൊടുത്തായിരുന്നു, കുറച്ച് പണി. അപ്പൊ അച്ഛനത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പതുക്കെ സംസാരിച്ച് ആ ഒരു രീതിയില് ഈ കാലഘട്ടത്തെ അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ പിന്നെ ഈ എനിക്കൊരു വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ചിരിക്കും, കുതിരപ്പുറത്ത് കയറ്റി കാശ് ചെലവാക്കി ഞങ്ങൾ പുറത്തുനിന്ന് നല്ല ഇത് ചെയ്തായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് അതൊക്കെ വേണോ, പുറത്തുള്ളവര് പറഞ്ഞു തന്നിരിക്കും. നമുക്ക് കല്യാണം എന്ന് പറയുന്നത് ലൈഫിൽ അതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. ഈ ആഘോഷമൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പട്ടാളത്തിൽ നിന്നാണ്. അതൊരു ഔട്ട്സൈഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ വന്നിട്ട് ഈ ചെക്കന്മാര് ഇതിന്റെ പുറകിൽ നിന്ന് പോയിട്ട് തൊലയത്തേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് എന്റെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ വീടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ വീടാണ്. ആദ്യം അവനാ കയറിയത് ജോലി എടുത്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ കയറി ടെസ്റ്റിന്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, എല്ലാവരും ഒരുമിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ജോലി വേണം, ജോലി ഇല്ലാതെ പറ്റില്ല. പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. ആദ്യം അവൻ കയറി, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി. ആ ഒരു രീതിയിൽ പോകുന്നത് അതാണ് എനിക്ക് വളരെ ഇഷ്ടം. പിന്നെ ആ ഒരു സങ്കടമുണ്ട്, അവരെ കൂട്ടത്തെ എനിക്കും അടിച്ച് പൊളിക്കാൻ പറ്റുന്നില്ല. പിന്നെ രാജ്യസേവനം എന്ന് പറയുന്നത് അങ്ങനല്ലോ, എല്ലാവരെയും ആ ഒരു ഇതല്ലേ, ആ ഒരു ഭാഗ്യം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. ശരിയാ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ വീട്ടിൽ നല്ല കാര്യം ഉണ്ടായ സമയത്ത് ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്ന പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വൈഫിന് തന്നെയായിരിക്കും. സോ ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്ന എങ്ങനെയാ? ഭാര്യ എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എല്ലാവരും ഇപ്പം പട്ടാളക്കാരന്റെ ഭാര്യ എന്നുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട് എപ്പോഴും. അങ്ങനെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പറയാം, ആ ചേച്ചി പട്ടാളക്കാരന്റെ ഭാര്യയായിട്ട് കൂടെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ എന്താ പറയാ, ഫാമിലി ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൈ പിടിക്കേണ്ട ആളല്ലേ എന്നിങ്ങനെ ചിന്തിക്കും. അപ്പൊ മിസ് ചെയ്യുന്നു. അപ്പൊ മിസ്സിങ്. ഇപ്പൊ ഓൾറെഡി പാരന്റ്സിന്റെ ചോദിക്കുകയാണെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ അച്ഛൻ അമ്മ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? അച്ഛൻ കുറച്ച് ഷൈ ആണ്. പട്ടാളക്കാരന്റെ അമ്മയും അച്ഛനും എന്ന് പറയുമ്പം അതൊരു ബഹുമാനം തന്നെയാണ്. രാജ്യസേവകം ചെയ്യുന്ന ഒരു പട്ടാളക്കാരന്റെ അമ്മയും അച്ഛനും അല്ലേ, ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ എവിടെ ഇറങ്ങിയാലും കിട്ടണുണ്ട്. പിന്നെ അത് പോയിട്ട് പിന്നെ പാറു പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും
ഇവിടെ കാര്യം ആഘോഷങ്ങൾ വരും. ആഘോഷങ്ങൾ വരുമ്പോ കാണില്ല, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു വിഷമമുണ്ട്. പിന്നെ നമ്മുടെ ഒരു വീടാകുന്നത് ആരൊക്കെ തന്നെ ഉണ്ടെങ്കിലും എത്ര പേര് വന്നാലും ഒരു വീടാകുന്നത് അവൻ വരുമ്പോൾ മാത്രമാണ്. അത് മനസ്സിലാണെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ വീടിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവൻ വരുമ്പോൾ മാത്രമേ ആ വീടൊരു പൂർണ്ണമാവുള്ളൂ എല്ലാ കാര്യത്തിലും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവൻ്റെ കല്യാണമായി ദിവസം ഇങ്ങനെ അടുക്കും തോറും ഞാൻ അവൻ്റെ കൂടി പറയും, മക്കളെ നീ വന്നാൽ മാത്രമേ അമ്മയ്ക്ക് ഒരു ശക്തി കിട്ടുള്ളൂ, ഏത് കാര്യത്തിന് നീ വരണം, നീയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇങ്ങനെ അപ്പോൾ അവൻ പറയും, അമ്മ എനിക്ക് ലീവ് കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് പറയും. പിന്നെ ഞാൻ എൻ്റെ കാര്യമെല്ലാം തുറന്നു പറയണത് എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് രണ്ടുപേരോടെയാണ് എല്ലാം. ഞാൻ ആദ്യം എൻ്റെ പാറുവിൻ്റെ കൂടി പറയും, അത് കഴിയുമ്പം പിന്നെ അവൻ്റെ കൂടി പറയും, പിന്നെ ഇപ്പൊ പറയാം ഒരാളൂടെ ആയി. ഇവര് മൂന്നുപേരും ഇപ്പൊ ഒറ്റക്കെട്ടാണോ വീട്ടില്? പിന്നെ ചോദിക്കട്ടെ, ഇവരോട് ഇവരുടെ 3 ആൺകുട്ടികളോട് ചോദിക്കട്ടെ, ഒറ്റക്കെട്ടാണ് ഇപ്പൊ? ഒറ്റക്കെട്ടാണ്. പേടിയൊന്നുമില്ല, അവനാണ് വില്ലായി. ആഹാ, എനിക്കത് ഇവിടുത്തെ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള പാവം കുട്ടി എന്നൊക്കെയാണ് നമ്മള് കിച്ചണ് വിചാരിക്കണേ. അയ്യോ, ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും പാവം കുട്ടി അവനാണ്. ചേട്ടനാ? അവൻ പാവമാണ്. പക്ഷേ പിന്നെന്താ, പാവം പോലെ ഇരുന്നിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്ന ആരായിരുന്നു? അവനായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ചെറുപ്പത്തിൽ കാണിച്ച ഒരു കുസൃതി പറയാൻ പറ്റുമോ? അനു കേട്ടോളൂ. കൊച്ചിലെ അല്ല, അതൊന്നും പറഞ്ഞില്ല. പറയാൻ പറ്റാത്തതാണോ? എങ്കിലും കൊച്ചില് ഭയങ്കര കുസൃതിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവ പിന്നെ ഭയങ്കര ഒരു വില്ലനായിരുന്നു. അടി എല്ലാം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ഇവനെ ഉപദ്രവിക്കുന്നവരെ ഇവൻ തിരിച്ചു വിടൂല. അവൻ ആ വൈകണേനകത്ത് വെച്ച് അവൻ തിരിച്ചു കൊടുത്തിട്ടേ വരും. ഇപ്പൊ അങ്ങനെയല്ല. അവരവരേത് നോക്കിയങ്ങ് ശരിയാ. എല്ലാ കാര്യത്തിലും ചേട്ടൻ ഭയങ്കര, ഇപ്പം അനിയനെ ആരെങ്കിലും തൊട്ടാ ചേട്ടൻ ചോദിക്കും, എന്റെ ചേട്ടനുണ്ടടാ, ആ ഒരു പോലെയാണോ ശരിക്കും ചേട്ടൻ? സോറി, സിറ്റുവേഷൻ വന്നിട്ടില്ല. ആരും അങ്ങനെ ശബ്ദം ഉയർത്തി പറയുന്നതോ ഒന്നും അവന് ഇഷ്ടമല്ല. എങ്കിൽ പെട്ടെന്ന് അവൻ സീരിയസ് ആവാള്. എല്ലാരും അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അത് സ്നേഹമുള്ളവർ എങ്ങനെയാ, അങ്ങനെ കുറച്ച് സ്നേഹം കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞങ്ങള് പറഞ്ഞോളൂ, പക്ഷെ ഞങ്ങൾ അപ്പുറത്ത് പറയുന്നത് സഹിക്കില്ല. അതല്ലേ? അല്ല, പുറത്തങ്ങനെ ഇതുവരെയും ഇവര് വളർന്നതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല. നമുക്കിതുവരെ അങ്ങനത്തെ ഒരു വിഷയം ഇന്ന് വരെ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കുഞ്ഞിലെ ഉള്ള കുസൃതിയൊക്കെ തന്നെയാണ്, അല്ലാതില്ല. പിന്നെ കാര്യം മനസ്സിലായി, ഇനി അടി ഉണ്ടാക്കുമ്പോ നേരെ തിരിച്ച് കിട്ടുമല്ലോ. ഒരു കുടുംബമൊക്കെ ആയി കുട്ടിയാവണമെന്നൊക്കെ. ഇവരുടെ കണക്ഷൻ എങ്ങനെയാ? നിങ്ങള് ഒരു ചേട്ടൻ അനിയൻ എന്ന് പറയുന്ന സമയത്തെ കൊച്ചിലെ ഇപ്പം ഭയങ്കര അടിപിടിയായിരിക്കും, പിന്നീട് ഒരു സൗഹൃദം വരും, എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ ഒരു ബോണ്ട് വരും. ഇപ്പൊ നിങ്ങളെ തന്നെ ഒരു സിബ്ലിങ്സ് എന്ന രീതിയിൽ എങ്ങനെ കാണാ? നിങ്ങൾ എങ്ങനെ ശരിക്കും ആ ഒരു കണക്ഷൻ? ചേട്ടൻ ചേച്ചി കാണാൻ പോകുമ്പോ എന്നെ വിളിച്ചോണ്ട് വന്നു പോവാനോ കാണാൻ പോകാൻ, അങ്ങനത്തെ ഇതായിരുന്നു. ഇപ്പഴും അങ്ങനെയായിരുന്നു. അല്ല, ഞങ്ങളിപ്പോ എന്ത് കാര്യം ചെയ്താലും ഞങ്ങളെ ആദ്യം ഫ്രണ്ട്സിനെയൊക്കെ അല്ലേ വിളിക്കുന്നത്. ഞങ്ങളിപ്പോ അനിയനെ ഷെയർ ചെയ്യും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ഒരു ആവശ്യമുണ്ട്, വരാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ടേ പിന്നെ ഫ്രണ്ട്സ്, കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സിലോട്ട് പോവുള്ളൂ. എന്ത് കാര്യമാണ് അത് ഷെയർ ചെയ്യും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. തിരിച്ച് അങ്ങനെ തന്നെയാണ് ഇവരുടെ ഈ ബോണ്ടിങ് ആണ്. അച്ഛൻ എന്ത് തോന്നുന്നു ഈ ഒരു കണക്ഷൻ, സ്നേഹം ഇവരുടെ രണ്ടുപേരുടെ മക്കളുടെ മക്കള് രണ്ടുപേരും എന്ന് പറയുമ്പോൾ യവനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരികെ ഒന്നും പറയാ വഴക്കൊന്നും കൂടില്ല എന്നോട്. ശാന്തനാണ്. ശാന്തത. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവൻ ചെയ്യേണ്ട കാര്യം അത് തന്നെ ചെയ്യും. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ആ കാര്യം തന്നെ അവൻ ചെയ്യും. അത് നമ്മളൊരു സമാധാനപ്പെടുത്തി ആ കാര്യം ചെയ്യും. അവ എങ്ങനെയല്ല, ഞാനൊരു കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനൊരു കാര്യം അത് വേണമെന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. എങ്ങനെയാണെങ്കിൽ അത് ചെയ്തിരിക്കും. അനിയന്റെ കാര്യം എന്റെ ഫാമിലിക്ക് ആണെങ്കിലും ഞാനൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. അത് പിന്നെ കുറച്ച് വീട്ടുകാർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ലായിരിക്കും. പിന്നെ അത് കുറച്ച് സംസാരിച്ച് പതുക്കെ ആ ഒരു രീതിക്കൊക്കെ സംസാരിച്ച് ഇപ്പൊ അനിയന്റെ കല്യാണത്തിന് തന്നെയാണെങ്കിലും ഇപ്പൊ അവര് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പണി കൊടുത്തായിരുന്നു.
കുറച്ച് പണിയൊക്കെ. അപ്പൊ അച്ഛനത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പതുക്കെ സംസാരിച്ച് ആ ഒരു രീതിയിൽ നമ്മളെയൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. അതുമല്ല പിന്നെ ഈ എനിക്കൊരു വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ചിരിക്കും, കുതിരപ്പുറത്ത് കയറ്റി ചെണ്ടയടിച്ച് കാശ് ചെലവാക്കി ഞാനങ്ങനെ പുറത്തുനിന്ന് നല്ല ഇത് ചെയ്തായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് അതൊക്കെ വേണോ, പുറത്തുള്ളവര് പറഞ്ഞു തന്നിരിക്കും. നമുക്ക് കല്യാണം എന്ന് പറയുന്നത് ലൈഫിൽ അതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. ഈ ആഘോഷമൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഇതൊക്കെ പഴയ രീതിക്കാണ്. ഞാൻ അതിൽ കുറെ കമന്റ്സുകൾ വായിച്ചായിരുന്നു. ഇതൊക്കെ പഴയ കാലത്ത് ഘട്ടത്തുള്ളതല്ലേ, ഇപ്പോഴൊക്കെ വീണ്ടും മാറിയില്ലേ നിങ്ങൾ എന്ന് വെച്ചാൽ. ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ വലുതായിട്ട് ഈ ഇറങ്ങി ഇങ്ങനൊന്നും ആരും ഒന്നും പ്രവർത്തിക്കും. എല്ലാവരും മൊബൈലിനകത്താണ്. എല്ലാവരും മൊബൈലിനകത്ത് അഡിക്റ്റ് ആയിരിക്കുകയാണ്. നമ്മളീ പുറത്തിപ്പോ ഫ്രണ്ട്സിനാണെങ്കിൽ പോലും കിട്ടാനില്ല ആര് പുറത്ത്. ശരിയാ. പഴയ ഒരു ആ കുട്ടിക്കാലം, ആ ഒരു കളിപ്രായം അതെല്ലാം പോയി. ഇപ്പൊ എല്ലാരും വീടിനകത്താണ്, എല്ലാരും മൊബൈലിനകത്താണ്. അപ്പൊ ഞങ്ങള് കുറച്ച് പേരുണ്ട് ആ ഒരു ഇതൊക്കെ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെയുള്ളത്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഈ ഇവിടെ എല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാവരും പട്ടാളത്തിലാണ്. ഫുള്ള് പട്ടാളത്തിൽ. അത് ഓൾറെഡി നിങ്ങള് ചെറുപ്പം മുതലേ ഒരുമിച്ച് അച്ഛനായിരുന്നു കൂടെ രാവിലെ ഓടാനും ഒക്കെ കൊണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അപ്പൊ ആഗ്രഹം തോന്നിയത് പണ്ട് എനിക്ക് പട്ടാളത്തിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഞാൻ കയറിയുള്ള കാരണം അച്ഛനാണ്. എന്നെ എല്ലാത്തിനും പ്രോത്സാഹനം തന്നു. ഓടാനായാലും രാവിലെ ഓടാനായാലും എണീറ്റ് ഓട്, സമയമായി, അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകണം, ജിമ്മില്, എല്ലാത്തിനും. ഞാൻ 4 ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. 4 ടെസ്റ്റും അങ്ങനെ ആരും അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. ഒരു 2 ടെസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ മനസ്സ് മടുക്കുക, ഇനി പോയിട്ട് കാര്യമില്ല, കിട്ടില്ലെന്ന്. പക്ഷെ ഞാൻ അതിൽ വിട്ടില്ല. ഞാൻ 17 വയസ്സ് തൊട്ട് തുടങ്ങി. അതിൽ 19ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. ആ 19ാമത്തെ വയസ്സിൽ 4 ജോലി ഞാൻ 4 വട്ടം അറ്റൻഡ് ചെയ്തു. 4ാമത്തെ വട്ടം കിട്ടി. ഓരോ ഘട്ടം ഓരോന്നിലാ പോകുന്നത്. ആദ്യം ഫിസിക്കലി പോയായിരുന്നു. അവനും അങ്ങനെയായിരുന്നു. ഇപ്പഴാ ആർമിയുടെ മനസ്സില് വിഷമുണ്ടോ? അതിന്റെ ഡ്രീം ആയത് ഞാൻ പറയായിരുന്നു, ഞാൻ അവന്റെ അടുത്ത് പറയായിരുന്നു ഈ ജോലി വേണ്ട. അവൻ എന്തായാലും ഉറപ്പായിട്ട് കിട്ടും, അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ ആ ജോലി എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് വേണമെന്ന് വെച്ചെങ്കിൽ എനിക്ക് അവനെ കയറ്റാമായിരുന്നു ജോലിയിൽ. പക്ഷെ ഞാൻ അതിന് ഇത് ഉത്സാഹം കാണിച്ചു. എനിക്ക് താല്പര്യം കാണിച്ചു ആരെങ്കിലും ഒരാൾ നമ്മൾ വീട്ടിൽ വേണം, ആ ഒരിത്. നമ്മുടെ നായകൻ ഇതാണ് നമ്മുടെ പേരിന്റെ ഉടമ. അമ്മയാണ് ഭയങ്കര പെറ്റെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ആര് വന്നാലും അമ്മ തന്നെയാണ്. അമ്മയാണ്. എനിക്ക് ചെറിയ കുട്ടീനായാലും നിക്കീനാണെങ്കിലും ആള് പെട്ടെന്ന് തന്നെയായിരുന്നു. അവിടെ ഇറക്കില്ലെന്ന് തോന്നുന്നു എന്റെ കുട്ടി. വന്നപ്പോഴും അതാ ഞാൻ കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ ഈ ആർമിയുടെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ലൈഫിൽ അങ്ങനെ വീണ്ടും വീണ്ടും ഇപ്പം നമുക്ക് കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ലാസ്റ്റ് മൊമെന്റിൽ തിരിച്ച് മടുത്ത് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ പക്ഷെ ആ ഡ്രീം മനസ്സിലുണ്ടാവും, എത്തിപ്പെടണം, അതൊരു വലിയൊരു ആഗ്രഹമായിരിക്കും. ഇപ്പോഴും അതിന്റെ എക്സാംസ് കാര്യം നടക്കുന്ന ഈ ഒരു സീസൺ ടൈമും കൂടിയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ശരിക്കും? ഇപ്പം അങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഒത്തിരി. എനിക്ക് ഇവിടെ മാത്രമല്ല, പത്തനംതിട്ടയിലൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 9ാം ക്ലാസ് വരെ, 7ാം ക്ലാസ് വരെ ഞാൻ പത്തനംതിട്ടയിൽ പഠിച്ചത്. അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫാനാണ് പട്ടാളത്തിന്റെ. അവർ ഒത്തിരി ടെസ്റ്റിന് പോയി കിട്ടാതെ അവർ ഏജ് ഓവറായിട്ടുള്ളവർ ഇപ്പോഴും അതിന്റെ ഫാനാണ് അവർ. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളോട് ചോദിക്കടാ അവിടെ എങ്ങനെയുണ്ട്, എല്ലാം ഡെയിലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. നല്ലവരുണ്ട്. അവർക്ക് അവൻ്റെ അടുത്ത് അവൻ്റെ വിഷമങ്ങൾ പറയാറുണ്ട്. എനിക്ക് ആ ജോലി ഞാൻ നല്ലോണം ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ഞാനും പറയാറുണ്ട് കുഴപ്പമില്ല, നമുക്ക് അതില്ലെങ്കിൽ വേറെ ഒന്ന് ബെറ്റർ കിട്ടും. ആൻഡ് ഓൾറെഡി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പട്ടാളത്തിൽ നിന്നാണ്. അപ്പൊ അതൊരു ആഗ്രഹം. ഇവിടെ ഇത് പട്ടാളമാണ്, അത് എല്ലാം ഫുള്ള് പട്ടാളം. ഓ ഈ ഏരിയ മൊത്തം ഇവരുടെ അന്നത്തെ സംസാര വിഷയം പട്ടാളം ആയിരിക്കും. അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതില് പിന്നെ ഞങ്ങൾ കുറച്ച് ഉഴപ്പരായി. ആ ക്ലബ്ബ് വന്നോടെ ഫുള്ള് ഉഴപ്പരായി. ഈ ആൾക്കാരെല്ലാം പറയുന്ന ഇവന്മാരെന്തിനാ ഞങ്ങൾക്ക് വടംവലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ വടംവലി എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അങ്ങനെ ആരും പഠിത്തവും അങ്ങനൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാർ മത്സരത്തിന് പങ്കെടുക്കാതെ മത്സരത്തിന് വടംവലി മത്സരത്തിന് അതിന്റെ അങ്ങനെ പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ പോയിട്ട് പഠിത്തമൊക്കെ കുറച്ച് ക്ലാസ്സിന് പോകുന്നതൊക്കെ കുറച്ചു. അങ്ങനെ അതിന്റെ ഇതിലായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ വന്നിട്ട് ഈ ചെക്കന്മാർ ഇതിന്റെ പുറകിൽ നിന്ന് പോയിട്ട് തൊലയത്തേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ വീടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. ആദ്യമായിട്ട് അവനാ കയറിയത് ജോലിയിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ കയറി ടെസ്റ്റിന്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, എല്ലാവരും ഒരുമിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ജോലി വേണം, ജോലി ഇല്ലാതെ പറ്റില്ല. പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. ആദ്യം അവൻ കയറി, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി. നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ആരെ ഈ കോണ്ടന്റ് ഒക്കെ ചെയ്യണേ,
ഈ ഡയറക്ഷൻ, ആക്ടിങ് പറഞ്ഞു കൊടുക്കുക, അതുപോലെ സ്ക്രിപ്റ്റ്, ക്യാമറ, എഡിറ്റിംഗ്, ഇതൊക്കെ ആരാന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിന്റെയൊക്കെ ആരാണ് ഇതിന്റെ പുറകിൽ? ചേച്ചിയും ചെയ്യില്ല, ഞാനും ചെയ്യും. ഓക്കെ. ഇതിപ്പം ഇപ്പത്തെ കുട്ടികൾ വെച്ചാൽ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ച് ഇപ്പൊ അതിന്റെ ട്യൂട്ടോറിയൽ ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? നമ്മൾ തന്നെ പഠിച്ച് ചെയ്ത് അപ്പൊ എങ്ങനെ കിച്ചൺ ആദ്യം പഠിച്ച് ചേച്ചി പഠിപ്പിച്ചു കൊടുക്കായിരുന്നോ അതോ ഗ്രാജുവലി പഠിച്ചു. തന്നെ പഠിച്ചതാണ്. എന്തായാലും നമുക്കിപ്പോ തന്നെ പഠിച്ചാലല്ലേ, എന്തായാലും തന്നെ ചെയ്താൽ നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിലൊരു സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാം തന്നെ പഠിച്ചതാണ്. എനിക്ക് ആദ്യം തോന്നി, ഞാൻ ആദ്യം അല്ലാതെ ചെയ്തു നോക്കി മനസ്സിലായി എല്ലാവരെക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഫാമിലിയെ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അത് കുറച്ച് സെന്റിമെന്റും കൂടി ആയി കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ചിരുത്താന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഫാമിലിയെ കൂടുതലായിട്ട് എന്നെ കുറച്ച് ബാക്ക് ആക്കിയിട്ട് ഫാമിലിയെ ഫ്രണ്ട് കയറ്റി ഞാൻ ചെയ്തു നോക്കി. ആദ്യം ചെയ്ത ഈ ടിക്ടോക്ക് റീൽ പോലെ അങ്ങനത്തെ ആണോ? ഞാനും കിച്ചും കൂടെ എന്തെങ്കിലും ഒരു സോങ് പാടും, അങ്ങനെ എന്തെങ്കിലും ടിക്ടോക്കിൽ ഇട്ടോണ്ടിരുന്നു. ഓക്കെ. ഇനിയിപ്പൊ അനു വന്നു കഴിഞ്ഞാൽ അനുവും കൂടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള കഥകൾ എഴുതി തുടങ്ങിയോ? രണ്ടുപേരും ഒരു അമ്മായിമ്മയോ? ശരിക്കും ഈ അമ്മായിമ്മേന്റെ ഇപ്പൊ കാര്യം പറയുമ്പോഴേ ഒരു സമയത്ത് കമന്റ് ബോക്സ് നിറച്ച് വന്ന് ഇതുപോലത്തെ ഒരു അമ്മായിമ്മേനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. കാരണം നമ്മള് കല്യാണം കഴിച്ച് വരുമ്പോ നാത്തൂൻ പോര്, ഈ അമ്മായിമ്മ പോരൊക്കെ എല്ലാ സിനിമകളിലും കേട്ടുകേൾവി കൂടുതലാണ്. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനു ഇത്തരത്തിൽ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് വരുന്നത് പറയുമ്പോ എത്രത്തോളം സമാധാനം ഉണ്ടായിരുന്നു? സമാധാനമല്ലേ ചേച്ചി, ഞാൻ ഇപ്പം എന്റെ വീടിന്റെ അടുത്തായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഡിവോഴ്സ് ഒക്കെ ആയിട്ട് അമ്മായിയമ്മമാര് കാരണം. അപ്പം ഞാൻ ചേട്ടനോട് റിലേഷൻ ആയ സമയത്തും ചേട്ടൻ പറയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണ്. ആരെന്ത് പറഞ്ഞാലും അപ്പൊ ചേട്ടൻ അമ്മ എന്തെങ്കിലും ദേഷ്യം കൊണ്ട് പറയുമായിരിക്കും, പക്ഷെ അമ്മ ഇല്ലാതെ ചേട്ടന് ഒരിക്കലും പറ്റില്ല. പിന്നെ അമ്മയുടെ ആ ഒരു സ്നേഹം ചേച്ചിയുടെ അടുത്ത് കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല നേരിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ആ സമയമൊക്കെ നല്ലൊരു കെയറിങ് ആണ്. എൻ്റെ സ്വന്തം അമ്മയെ പോലെ. ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ചയായി, ഇന്ന് വരെ എനിക്കങ്ങനെ എന്നെ വഴക്ക് പറയോ അങ്ങനെയല്ല. എല്ലാം നമ്മൾ ജസ്റ്റ് ചില്ലായിട്ട് കളിയടിച്ച് ചേച്ചി ആയിരുന്നാലും എന്നെ ആയിരുന്നാലും ഒരുപോലെ കൊണ്ടുപോകണമായിരുന്നാലും അമ്മയുപരി നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് അത് ഞങ്ങൾ എന്ത് കളിയടിച്ചാലും തിരിച്ച് അമ്മയും തിരിച്ച് ഞങ്ങളെ ട്രോളും. അങ്ങനെ അമ്മ ഊക്കലൊക്കെ തരും നമുക്ക്. അങ്ങനെയൊക്കെയാണോ വൈബ് അമ്മയാണ്. പിന്നെ എല്ലാവരും കോളേജില് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പം റിയൽ അമ്മയാണോ റിയൽ അമ്മ എന്നൊക്കെ ചോദിച്ചു. എക്സാക്ട്ലി അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പം വീഡിയോ കാണുമ്പോൾ കമന്റ് ബോക്സിൽ വരും ഇത് വീഡിയോക്ക് വേണ്ടി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇവർ ഇങ്ങനെയല്ല. കാരണം കുറെ കണ്ടിട്ടുള്ളത് വീഡിയോയിൽ മാത്രം അഭിനയിക്കും, തിരിച്ച് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊന്നും എല്ലാം ചിന്തിക്കും. സോ അത് ഒരുപാട് പേര് ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ അതിന് ഇത് പറയുന്ന സമയത്ത് ആളുകൾ കണക്ട് ആവും ഇങ്ങനെയല്ല. അത് അഭിനയമല്ല. കാരണം ഞാൻ ഈ വീട്ടിൽ ഇപ്പൊ വന്നത് കൊണ്ട് എനിക്കറിയാം വീഡിയോയിൽ മാത്രമേ ചേച്ചി അമ്മയോടുള്ള സ്നേഹം എല്ലാവരും കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കും ഇതൊരു അഭിനയമാണോ അങ്ങനെയൊക്കെ. പക്ഷെ അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, നല്ലൊരു സ്വർഗം പോലെയാണ്. എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ ഇവിടെ ഹാപ്പിയാണ്. അങ്ങനെ ചേട്ടനായിരുന്നാലും ചേച്ചിയായിരുന്നാലും വേറെ പ്രശ്നമില്ല. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു, സംസാരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. എന്റെ വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ. അതാണ് അമ്മ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് പുതിയൊരു കല്യാണം കഴിഞ്ഞ് വന്നൊരു മോളായിട്ട് തോന്നിയില്ല. ഇപ്പൊ കല്യാണ പെണ്ണ ഇപ്പൊ ആദ്യം വരുന്നത്. ഇപ്പൊ രണ്ടുപേര് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വീട്ടില് അമ്മ എങ്ങനെയായിരിക്കും ചിന്തിക്കും, തിരിച്ചും മരുമക്കൾ എങ്ങനെയാണെന്നൊരു കൺസേൺ രണ്ടുപേർക്ക് ഉണ്ടാവില്ലേ? അതെങ്ങനെയായിരുന്നു ശരിക്കും? എനിക്ക് തോന്നിയില്ല ഇവള് വരുന്നതായിട്ട്. സത്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവരിങ്ങനെ വീട്ടിലോട്ട് വന്ന്, പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല അവള് വരുന്നതായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയാം, മനസ്സിലായില്ലേ? ആ ഒരു ഇത് നമുക്ക് എനിക്കങ്ങനെ എന്താ പറയാ, ഞാൻ പുതിയൊരാളിനെ സ്വീകരിക്കുന്നത്. ആളൊന്ന് ഉറങ്ങാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ആളുടെ പുതുപ്പൊക്കെ എടുത്തിട്ട് അവനെപ്പോഴും ആ തുണി വേണം. ഉറങ്ങി. എന്തായാലും എല്ലാരും ഇവിടെയാണല്ലോ, അപ്പൊ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം, റെഡി ആയിട്ട് വന്നു. സോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരുപാട് കാര്യം ഇപ്പൊ ചിലപ്പോ അത് കേൾക്കുമ്പം ചിലർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതായത് ഒരു അമ്മായിയമ്മ അമ്മയാവില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ. അപ്പം ഈ അങ്ങനെയല്ല, അവർക്കൊരു സ്പേസ് കൊടുക്കണം. അവരുടെ ലൈഫായിട്ട് പുതിയൊരു കുട്ടി പുതിയ വീട്ടിലേക്ക് വരികയാണ്, പുതിയ അന്തരീക്ഷം, പുതിയ ആളുകള്. അപ്പൊ നമുക്കൊക്കെ ഒരു പേടി മനസ്സിലുണ്ടാവും. ഇന്ന് പലരും കല്യാണം കഴിക്കാൻ പേടിച്ചതിന്റെ ഒരു റീസൺ കൂടിയാണ് അത്. എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. സോ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണം, സ്വന്തം മകളെ പോലെ തന്നെ കാണണം, അങ്ങനെയൊക്കെ തോട്ട് എങ്ങനെയാ വന്നത്? ഇല്ല, അങ്ങനെ സ്വന്തം മകളെ പോലെ തോന്നണം അങ്ങനെ കരുതണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വന്നു കഴിയുമ്പോഴേ നമ്മുടെ സ്വന്തം ആണല്ലോ.
അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം മകളെ പോലെ എനിക്ക് നോക്കണം, അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവര് രണ്ടുപേരും എങ്ങനെയാണോ കാണുന്നത് ആ ഒരു കണ്ണും ആ ഒരു മനസ്സും തന്നെയാണ് തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു വീട്ടിലൊന്ന് വന്ന ആളായിട്ട് എനിക്കങ്ങനെ, ഇപ്പൊ എൻ്റെ പാറുവിനെ ആണെങ്കിലും അനുവിനെ ആണെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പാറുവിൻ്റെ കൂടി എനിക്ക് 2-3 ദിവസം അവക്ക് പുതിയൊരു വേറൊരു വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അയ്യോ അവള് വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ, നമുക്ക് നമ്മുടെ വീടുമായിട്ട് ഒരു അനുവും അമ്മയെന്ന് വെച്ചാൽ ഓൾറെഡി അറിയാം, സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നെ ആദ്യമായിട്ടാണ് അമ്മ കാണുന്നത്. അപ്പം അങ്ങനെ അമ്മയ്ക്ക് കൊറേ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അവക്ക് ഇഷ്ടപ്പെടുവോ, അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെ അവള് പിടിച്ചു നിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മിങ്കിളായി. അതുകൊണ്ട് പിന്നെ വേറെ വിഷയമൊന്നും തോന്നിയില്ല.